ജമ്മുകശ്മീരിലെ പുൽവാമയിൽ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച സിആർപിഎഫ് ജവാൻ വി വസന്തകുമാറിന്റെ മൃതദേഹം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. രാത്രി 10:30യോടെയാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായത്. വയനാട് തൃക്കേപ്പറ്റയിൽ കുടുംബ ശ്മശാനത്തിലായിരുന്നു ചടങ്ങുകൾ. ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2:15ഓടെയാണ് ഭൌതികദേഹം കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയത്. ആയിരക്കണക്കിന് ആളുകളാണ് ധീരജവാന് അന്ത്യോപചാരമർപ്പിക്കാൻ എത്തിയത്. കോഴിക്കോട് വിമാനത്താവളത്തിൽ സംസ്ഥാന സർക്കാരിനു വേണ്ടി മന്ത്രിമാർ അടക്കമുള്ളവർ മൃതദേഹം ഏറ്റുവാങ്ങി അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് വയനാട്ടിലേക്കുള്ള യാത്രയിൽ വിവിധയിടങ്ങളിൽ വെച്ച നിരവധി ആളുകളാണ് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത്. കോഴിക്കോട്, തൊണ്ടയാട്, കൊടുവള്ളി, താമരശ്ശേരി തുടങ്ങിയ ഇടങ്ങളിലെല്ലാം വസന്തകുമാറിന് ആദരാഞ്ജലി അർപ്പിക്കാൻ ആളുകൾ കാത്തുനിന്നു. വയനാട്ടിൽ വസന്തകുമാറിന്റെ ഭാര്യയും മക്കളും അമ്മയും താമസിക്കുന്ന പൂക്കോട് വെറ്റിനറി സർവകലാശാലയോട് ചേർന്നുള്ള വീട്ടിലേക്കാണ് മൃതശരീരം ആദ്യം എത്തിച്ചത്. തുടർന്ന് വസന്തകുമാർ പഠിച്ച ലക്കിടി GLPS സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചു. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നാടിന്റെ പ്രിയപുത്രന് വിടചൊല്ലാൻ ഇവിടേക്ക് ഒഴുകിയെത്തി. വൈകിട്ട് 6:30യോടെയാണ് പൊതുദർശനം തുടങ്ങിയത്. ശേഷം സംസ്കാര ചടങ്ങുകൾക്കായി തൃക്കേപ്പറ്റയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഭൗതിക ശരീരം തൃക്കേപ്പറ്റയിലെ മുക്കംകുന്നിലെ കുടുംബ വീട്ടിലേക്ക് എത്തിക്കുന്ന വഴികളിലെല്ലാം ജനങ്ങളുടെ നീണ്ട നിരയുണ്ടായിരുന്നു. പോലീസിന്റെയും CRPFന്റെയും ഔദ്യോഗിക ബഹുമതികൾ നൽകിയതിനു ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കിയത്. ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിൽ വി വസന്തകുമാറിന് വിട. വീരമൃത്യു വരിച്ച ധീരന് നാട് വിട പറയുമ്പോൾ സമയം 10:30. വയനാടിന്റെ ധീരസ്മരണകളിൽ മറ്റൊരു പോരാളിയുടെ ഓർമ്മകൾ കൂടി ജ്വലിച്ചു തുടങ്ങുകയായിരുന്നു അപ്പോൾ. ന്യൂസ് ബ്യൂറോ, വയനാട്. അതിർത്തിയിൽ ഇന്ത്യ സുരക്ഷ ശക്തമാക്കി. കശ്മീരിൽ ഇന്നും നിരോധനാജ്ഞ തുടരും. മൊബൈൽ ഫോൺ വഴിയുള്ള ഇന്റർനെറ്റും വിച്ഛേദിച്ചിട്ടുണ്ട്. അതേസമയം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ 2014 ശേഷമാണ് ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ 177% വർദ്ധിച്ചത് എന്ന് കണക്കുകൾ പുറത്തുവരുന്നു. കാശ്മീർ സ്ഫോടനത്തിന് ശേഷം നയതന്ത്ര മേഖലയിൽ അനുദിനം വഷളാകുന്ന ഇന്ത്യ പാക് ബന്ധം യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. അതിർത്തിയിൽ ഇരു രാജ്യങ്ങളും സുരക്ഷ ശക്തമാക്കി. സൈനികർക്ക് പാകിസ്ഥാൻ ജാഗ്രതാ സന്ദേശം നൽകിയതായുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ജമ്മു കാശ്മീരിലെങ്ങും ഇന്ത്യ കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചു. കാശ്മീരിൽ നിരോധനാജ്ഞ 3-ാം ദിവസമായി ഇന്നും തുടരും. ഫോൺ വഴിയുള്ള ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ്. അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയാനാണിത്. അതേസമയം നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ 2014 ശേഷം തീവ്രവാദി ആക്രമണങ്ങൾ 177% വർദ്ധിച്ചതായി കണക്കുകൾ. 2014 222 സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തെങ്കിൽ 2017 അത് 342 കടന്നു. 2018 ചെറുതും വലുതുമായ ഭീകരാക്രമണങ്ങളുടെ എണ്ണം 614ആയും വർദ്ധിച്ചു. കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ 5505 സൈനികരെയാണ് ഭീകരാക്രമണങ്ങളിൽ ഇന്ത്യക്ക് നഷ്ടമായത്. വെടിനിർത്തൽ കരാർ പാകിസ്ഥാൻ ലംഘിക്കുന്നതും വർദ്ധിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന LDFന്റെ തെക്കൻ മേഖല ജാഥ പര്യടനം തുടരുന്നു. ജാഥയ്ക്ക് മികച്ച സ്വീകരണമാണ് ജനങ്ങൾ നൽകുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളും സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളുമാണ് യാത്രയുടെ പ്രധാന പ്രചരണായുധങ്ങൾ. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന കേരള സംരക്ഷണ യാത്ര ഇന്ന് കൊല്ലം ജില്ലയിൽ പ്രവേശിക്കും. കഴിഞ്ഞ 3 ദിനങ്ങളിൽ ജാഥയ്ക്ക് ലഭിച്ച സ്വീകരണം CPIMന്റെ ജനകീയ പിന്തുണയുടെ നേർക്കാഴ്ച കൂടിയാണ് വ്യക്തമാക്കുന്നത്. രാവിലെ കഴക്കൂട്ടത്തെ സ്വീകരണത്തോടെയാണ് 4-ാം ദിന പരിപാടികൾ ആരംഭിക്കുന്നത്. BJP സർക്കാരിനെ പുറത്താക്കുക, രാജ്യത്തെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യമുയർത്തിയുള്ള ജാഥയിൽ കേന്ദ്ര സർക്കാരിന്റെ പൊള്ളയായ വാഗ്ദാനങ്ങളും ജനദ്രോഹ നടപടികളും രാജ്യത്തെ നരകതുല്യമാക്കുന്നുവെന്ന് ജാഥ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. ഇന്നലെ അവസാന സ്വീകരണ സ്ഥലമായ വെഞ്ഞാറമൂട്ടിൽ കേന്ദ്ര സർക്കാരിന്റെ വർഗീയ വേർതിരിവും രാജ്യത്തിന്റെ നിലവിലെ ദുരവസ്ഥയും കോടിയേരി വിശദീകരിച്ചു. 5 വർഷത്തോളം ഇന്ത്യ ഭരിക്കുന്ന BJP ഭരണം ജനങ്ങൾക്കിടയിൽ നിന്ന് ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഒരു ജനദ്രോഹ ഭരണമാണ് BJPയുടെ ഭരണം. സൈനികരുടെ ജീവന് പോലും സുരക്ഷിതത്വമില്ല. കർഷകർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന നാടാണ് മോദിയുടെ നാട്. യുവാക്കൾക്ക് തൊഴിലില്ല. വിലക്കയറ്റം രൂക്ഷമായിരിക്കുന്നു.
കള്ളപ്പണം രാജ്യത്തുടനീളം ഭരണം നടത്തുന്നത് കള്ളപ്പണക്കാരാണ്. ഇങ്ങനെ ഇലക്ഷൻ കാലത്ത് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ സാധിക്കാത്തൊരു ഭരണമാണ് BJPയുടെ ഭരണമെന്ന് 5 വർഷം പൂർത്തീകരിക്കുമ്പോൾ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ BJPയെ അധികാരം നിന്ന് പുറത്താക്കുന്നില്ലെങ്കിൽ ഇത്തവണ നടക്കുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ നടക്കുന്ന അവസാനത്തെ തെരഞ്ഞെടുപ്പായിരിക്കും. ജനാധിപത്യം രക്ഷിക്കണമെങ്കിൽ BJPയെ തോൽപ്പിക്കണം. മതനിരപേക്ഷത സംരക്ഷിക്കണമെങ്കിൽ പുതിയൊരു സർക്കാർ, ഒരു മതനിരപേക്ഷ സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരണം. കഴക്കൂട്ടത്തു നിന്നും ആരംഭിക്കുന്ന ഇന്നത്തെ സ്വീകരണ പരിപാടി ശാർക്കര മൈതാനം, വർക്കല എന്നിവ പിന്നിട്ട് കിളിമാനൂരിലാണ് അവസാനിക്കുന്നത്. തുടർന്ന് കൊല്ലം ജില്ലയിൽ ജാഥ പ്രവേശിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. LDF നേതൃത്വം നൽകുന്ന കേരള സംരക്ഷണ യാത്രയുടെ വടക്കൻ മേഖലാ ജാഥയ്ക്ക് തുളുനാടൻ മണ്ണിൽ പ്രൌഢഗംഭീരമായ തുടക്കം. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥ കാസർഗോഡ് ജില്ലയിലെ ഉപ്പളയിൽ CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള ഒരു ബദൽ സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാൻ LDFന് പിന്തുണ നൽകണമെന്ന് യെച്ചൂരി കേരള ജനതയോട് അഭ്യർത്ഥിച്ചു. കർഷക പോരാട്ടങ്ങളുടെ ചരിത്രവും ബഹുഭാഷാ സംസ്കൃതിയും സമ്പന്നമാക്കുന്ന തുളുനാടൻ മണ്ണിന്റെ ഹൃദയഭൂമിയായ ഉപ്പളയിലാണ് കേരള സംരക്ഷണ യാത്രയുടെ വടക്കൻ മേഖലാ ജാഥയ്ക്ക് ആവേശകരമായ തുടക്കം കുറിച്ചത്. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ നേതൃത്വം നൽകുന്ന വടക്കൻ മേഖലാ ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ്. LDFന്റെ മുൻനിര നേതാക്കൾ സീതാറാം യെച്ചൂരിക്കൊപ്പം കൈകോർത്ത് ഉയർത്തിപ്പിടിച്ചായിരുന്നു ഉദ്ഘാടനം. 2004-ലേതുപോലെ ഇടതുപക്ഷത്തിന് സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ബദൽ സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുവാൻ കേരള ജനതയുടെ പിന്തുണയുണ്ടാകണമെന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു. सबसे बड़ी पार्टी है BJP दुनिया में, और जैसे महाभारत में कौरव कहते थे ना, हमारे पास 100 भाई है कौरवों के, और उधर 5 है पांडव. क्या कर लेगा 5 भाई, हमारे पास 100 भाई. तो बोला पंच पांडव है जैसे उंगली के, जैसे अपने हाथ के 5 उंगलियां, जब ये उंगली इकट्ठा होकर एक मुट्ठी में बनता है, और जब हम इस मुट्ठी से लाल सलाम का नारा देते हैं, इस मुट्ठी से इंकलाब जिंदाबाद का नारा देते हैं, तो वो 100 क्या 1000 भाइयों के हराएगा जो हमारे देश को बर्बाद करने वाले. 2004-ൽ കേരളം ഇടതുപക്ഷത്തിന് 18 MPമാരെ സമ്മാനിച്ചുവെന്ന് യെച്ചൂരി ചൂണ്ടിക്കാട്ടി. ജാഥ ലീഡർ കാനം രാജേന്ദ്രൻ, LDF കൺവീനർ A വിജയരാഘവൻ, മുൻ മന്ത്രി KP മോഹനൻ, TP പീതാംബരൻ മാസ്റ്റർ, പ്രൊഫസർ AP അബ്ദുറഹ്മാൻ തുടങ്ങിയവരും പ്രസംഗിച്ചു. മന്ത്രി E ചന്ദ്രശേഖരൻ, P കരുണാകരൻ MP, MV ഗോവിന്ദൻ മാസ്റ്റർ, പന്ന്യൻ രവീന്ദ്രൻ, ഫ്രാൻസിസ് ജോർജ് തുടങ്ങിയ LDFന്റെ സംസ്ഥാനതല നേതാക്കളും സന്നിഹിതരായിരുന്നു. കാസർകോട്ടായിരുന്നു ജാഥയുടെ ആദ്യ നാളിലെ സമാപന സ്വീകരണം. ഇന്ന് ചട്ടഞ്ചാലിൽ നിന്ന് പ്രചാരണം തുടങ്ങി വൈകിട്ട് ജാഥ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദുബായിൽ നടന്ന ലോക കേരള സഭയുടെ മിഡിൽ ഈസ്റ്റ് മേഖലാ സമ്മേളനം സമാപിച്ചു. സമ്മേളനം വൻ വിജയമായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സമ്മേളനത്തിൽ ഉയർന്ന നിർദ്ദേശങ്ങൾ മിക്കവയും നടപ്പാക്കാൻ കഴിയുന്നവയാണ് എന്നും സർക്കാർ ഗൌരവമായാണ് ഈ നിർദ്ദേശങ്ങളെ കാണുന്നത് എന്നും മുഖ്യമന്ത്രി സമാപന യോഗത്തിൽ പറഞ്ഞു. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് കാണാം. പ്രവാസികൾക്കും നാടിനും വലിയ തോതിൽ ഉപകാരമാകുന്ന നിർദ്ദേശങ്ങളാണ് ലോക കേരള സഭയുടെ മിഡിൽ ഈസ്റ്റ് മേഖലാ സമ്മേളനത്തിൽ ഉയർന്നതെന്നും ഈ നിർദ്ദേശങ്ങളിൽ മിക്കവയും നടപ്പാക്കാൻ കഴിയുന്നതാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പ്രവാസി മലയാളികളുടെ കലാസാംസ്കാരിക ഉന്നമനത്തിനായി ദുബായിൽ ഒരു സംഘടനയ്ക്ക് അധികൃതരുടെ അനുമതി തേടിയിട്ടുണ്ടെന്നും പിണറായി വിജയൻ പറഞ്ഞു. ദുബായ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതോറിറ്റി ഡയറക്ടർ ജനറൽ അഹമ്മദ് അബ്ദുൽ കരീം അൽ ജുൽഫാറുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇക്കാര്യം ചർച്ച ചെയ്തിട്ടുണ്ടെന്നും വാക്കാൽ അനുമതി ലഭിച്ചെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഞങ്ങൾ വിവിധ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഈ സംഘടനാ രൂപീകരണത്തിന്റെ പ്രശ്നത്തിലേക്ക്, സംഘടന ഇല്ലാത്ത പ്രശ്നങ്ങളിലേക്ക് വന്നു. അപ്പോൾ ഒരു അഭ്യർത്ഥന അദ്ദേഹത്തിന്റെ മുന്നിൽ ഞാൻ വെച്ചു. മലയാളികൾക്ക് ഇവിടെ ഒരു സംഘടനാ രൂപം ഇല്ലാത്തതിന്റെ പ്രയാസമുണ്ട്. അബുദാബിയിലുള്ള KSCയുടെ ഉദാഹരണം എടുത്തു കാണിക്കുകയും ചെയ്തു. അപ്പം അതുപോലൊരു സംവിധാനം ഉണ്ടാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, അതിന് അനുമതി വേണം എന്ന് പറഞ്ഞു. അദ്ദേഹം വാക്കാൽ അപ്പം തന്നെ അതിനോട് യോജിച്ചു. ആവശ്യമായ
അനുമതി നൽകേണ്ടതാണ് എന്ന് പറഞ്ഞു. വളരെ വേഗത്തിൽ തന്നെ അത് പ്രാവർത്തികമാക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. ചീഫ് സെക്രട്ടറി ടോം ജോസ്, MA യൂസഫ് അലി, ഡോക്ടർ രവി പിള്ള, ഡോക്ടർ ആസാദ് മുപ്പൻ, നോർക്ക പ്രിൻസിപ്പൽ സെക്രട്ടറി ഇളങ്കോവൻ എന്നിവർ സംബന്ധിച്ചു. പ്രവാസികളുടെ പുനരധിവാസം, തൊഴിൽ നൈപുണ്യം, ക്ഷേമ പദ്ധതികൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ലോക കേരള സഭയുടെ 7 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ തയ്യാറാക്കിയ 10 നിർദ്ദേശങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്തു. പ്രവാസി ലോകത്ത് ഒരു പുതിയ അധ്യായത്തിന് തുടക്കമിട്ടാണ് ലോക കേരള സഭയുടെ ആദ്യ മിഡിൽ ഈസ്റ്റ് മേഖലാ സമ്മേളനം സമാപിച്ചത്. ക്യാമറമാൻ അനീഷ് കണ്ണൂരിനൊപ്പം ദുബായിൽ നിന്ന് ടി ജമാലുദ്ദീൻ. മുഖ്യമന്ത്രി പിണറായി വിജയന് UAE ഭരണാധികാരികളിൽ നിന്നും ലഭിച്ചത് ഉജ്ജ്വല സ്വീകരണം. ഒരു രാഷ്ട്രത്തലവന് ലഭിക്കുന്ന സ്വീകരണത്തിന് സമാനമായ ആദരവാണ് പിണറായി വിജയന് UAE ഭരണാധികാരികളിൽ നിന്നും ലഭിച്ചത്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും തന്റെ കൊട്ടാരത്തിൽ പിണറായി വിജയന് നൽകിയത് ഊഷ്മളമായ സ്വീകരണമാണ്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകിയ ഊഷ്മളമായ സ്വീകരണം ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന നിലയിലുള്ളതായിരുന്നു. ദുബായ് മർമം പാലസിലാണ് പിണറായി വിജയൻ ഷെയ്ഖ് മുഹമ്മദുമായി കൂടിക്കാഴ്ച നടത്തിയത്. പിണറായി വിജയനുമായി വളരെ അടുത്ത് ഇടപഴകിയ ഷെയ്ഖ് മുഹമ്മദ് പിണറായി വിജയന് തന്റെ പുസ്തകം സമ്മാനിച്ചു. ഊഷ്മളമായ ഒരു പുതിയ സൗഹൃദം കൂടിയായിരുന്നു കൂടിക്കാഴ്ചയുടെ ഈ നിമിഷങ്ങൾ. കേരളത്തെക്കുറിച്ചും മലയാളികളെക്കുറിച്ചും നല്ലത് മാത്രമാണ് പറയാനുള്ളതെന്ന് ഷെയ്ഖ് മുഹമ്മദ് പിണറായി വിജയനോട് പറഞ്ഞു. സാധാരണ ഭരണാധികാരികളെ യാത്രയാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി പിണറായി വിജയന്റെ കരം പിടിച്ച് ഷെയ്ഖ് മുഹമ്മദ് മുന്നോട്ട് നടന്നു. പിണറായി വിജയനെ യാത്രയാക്കാൻ ഷെയ്ഖ് മുഹമ്മദ് കൊട്ടാരത്തിന് പുറത്തേക്ക് വരികയും ചെയ്തു. ലക്ഷക്കണക്കിന് മലയാളികൾ താമസിക്കുന്ന UAE പ്രധാനമന്ത്രി ഇത്തരത്തിൽ ഊഷ്മളമായ ഒരു സ്വീകരണം കേരള മുഖ്യമന്ത്രിക്ക് നൽകിയത് വഴി മലയാളികളും ആദരിക്കപ്പെടുകയാണ്. ഒരു രാഷ്ട്രത്തലവന് ലഭിക്കുന്നതിന് സമാനമായ സ്വീകരണമാണ് UAE ഭരണാധികാരികളിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് ലഭിച്ചത്. ടി ജമാലുദ്ദീൻ, ദുബായ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായ് ജുമൈറയിലെ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചു. ദുബായ് പോലീസ് കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ അബ്ദുള്ള ഖലീഫ ഒബൈദ് അൽമാരിയുടെ ക്ഷണപ്രകാരമാണ് പിണറായി വിജയൻ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചത്. സ്മാർട്ട് പോലീസ് സ്റ്റേഷനിലെ കിയോസ്കുകളിൽ മലയാള ഭാഷ ഉൾപ്പെടുത്താൻ ദുബായ് പോലീസ് തീരുമാനിക്കുകയും ചെയ്തു. സ്മാർട്ട് സ്റ്റേഷനിലെ കിയോസ്കിലെ ആദ്യത്തെ ഇന്ത്യൻ ഭാഷയാണ് മലയാളം. ദുബായ് ജുമറയിലെ സ്മാർട്ട് പോലീസ് സ്റ്റേഷനാണ് മുഖ്യമന്ത്രി സന്ദർശിച്ചത്. ദുബായ് പോലീസ് കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ അബ്ദുള്ള ഖലീഫ ഒബൈദ് അൽമാരി, ദുബായ് പോലീസ് ബ്രിഗേഡിയർ അബ്ദുള്ള ഖാദിം, കേണൽ ഹുസൈൻ ബിൻ ഖലിറ്റ, മേജർ അഹമ്മദ് ബിൻ ഫഹദ് എന്നിവർ മുഖ്യമന്ത്രിയെ സ്വീകരിച്ചു. നോർക്ക വൈസ് ചെയർമാൻ MA യൂസഫ് അലി, മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് ജോൺ ബ്രിട്ടാസ് എന്നിവരും മുഖ്യമന്ത്രിയോടൊപ്പമുണ്ടായിരുന്നു. സ്മാർട്ട് സ്റ്റേഷനിലെ കിയോസ്കുകളിൽ മലയാള ഭാഷ ഉൾപ്പെടുത്താൻ ദുബായ് പോലീസ് തീരുമാനിക്കുകയും ചെയ്തു. സ്മാർട്ട് സ്റ്റേഷനിലെ കിയോസ്കിലെ ആദ്യത്തെ ഇന്ത്യൻ ഭാഷയാണ് മലയാളം. പോലീസ് സേവനങ്ങൾക്ക് വേണ്ടിയുള്ള ലോകത്തിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ സ്മാർട്ട് ഡിജിറ്റൽ പോലീസ് സ്റ്റേഷനാണ് ദുബായ് ജുമറയിലേത്. സ്മാർട്ട് പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനങ്ങൾ ദുബായ് പോലീസ് ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിക്ക് വിവരിച്ചു കൊടുത്തു. സ്മാർട്ട് പോലീസ് സ്റ്റേഷനിലെ സംവിധാനങ്ങളിൽ സംതൃപ്തി പ്രകടിപ്പിച്ച പിണറായി വിജയൻ ഈ സേവനങ്ങൾ മാതൃകാപരമാണെന്ന് പറഞ്ഞു. മനുഷ്യ സാന്നിധ്യമില്ലാതെ പൂർണ്ണമായും ഓട്ടോമേഷൻ സംവിധാനത്തിലാണ് ഈ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ ഒരുക്കിയിരിക്കുന്നത്. ദുബായ് പോലീസുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഇവിടെ ലഭിക്കും. പോലീസ് കൺട്രോൾ റൂമിൽ പരാതികൾ ബോധിപ്പിക്കാനും ഏത് പോലീസ് ഉദ്യോഗസ്ഥനുമായി സംസാരിക്കാനും തീർപ്പ് കൽപ്പിക്കാനും സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ മുഖേന സാധിക്കുകയും ചെയ്യും. ഒരു 5 സ്റ്റാർ ഹോട്ടലിന്റെ സംവിധാനങ്ങളോടെയാണ് ഈ പോലീസ് സ്റ്റേഷൻ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ എത്തുന്നവർക്ക് സിനിമ കാണാനും ട്രെഡ്മില്ലിൽ പരിശീലനം നടത്താനും സാധിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ സൗജന്യമായി ചായ കുടിക്കാനും അധികൃതർ ഇവിടെ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. UAE താമസക്കാർക്ക് മാത്രമല്ല ഈ രാജ്യത്തെത്തുന്ന ടൂറിസ്റ്റുകൾക്ക് പരാതി നൽകാനും ഇവിടെ സംവിധാനമുണ്ട്. ദുബായ് ജുമറയിൽ ആരംഭിച്ച സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ ഇതിനോടകം തന്നെ ലോകശ്രദ്ധ നേടുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, ദുബായ്. തിരികെ വാർത്തകളിലേക്ക്. നോർക്ക റൂട്ട്സിന്റെ അന്താരാഷ്ട്ര ടോൾ ഫ്രീ നമ്പർ സംവിധാനം ആരംഭിച്ച ആദ്യ ദിനം തന്നെ അഭൂതപൂർവമായ പ്രതികരണം. ലോക കേരള സഭയുടെ ആദ്യത്തെ മിഡിൽ ഈസ്റ്റ് മേഖലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നോർക്ക റൂട്ട്സിന്റെ അന്താരാഷ്ട്ര ടോൾ ഫ്രീ നമ്പർ ഉദ്ഘാടനം ചെയ്തത്. ഏത് വിദേശ രാജ്യത്തു നിന്നും 24 മണിക്കൂറും ടെലിഫോണിലോ ലൈവ് ചാറ്റിലോ ഇമെയിൽ SMS മുഖാന്തരമോ പ്രവാസികൾക്ക് നോർക്ക റൂട്ട്സിന്റെ സേവനങ്ങളെക്കുറിച്ച് അറിയാനും രജിസ്റ്റർ ചെയ്യാനും കഴിയും. നിയമസഭാ രൂപീകരണത്തിന് ശേഷമുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പുകളെല്ലാം BJP ഇതര പാർട്ടികൾക്ക് ഒരു സീറ്റിൽ കൂടുതൽ കൊടുക്കാത്ത സംസ്ഥാനമെന്ന കുപ്രസിദ്ധയുണ്ട് ഛത്തീസ്ഗഡിന്.
മാവോയിസ്റ്റുകളുടെ കേന്ദ്രമായ ബസ്തർ ഉൾപ്പെടെയുള്ള സംസ്ഥാനത്ത് ഇത്തവണ രാഷ്ട്രീയ കാറ്റ് മാറ്റിവീശി തുടങ്ങിയിരിക്കുന്നു. ലോക്സഭാ സീറ്റുകളാകെ 11. സംസ്ഥാന രൂപീകരണത്തിന് ശേഷം 2004 മുതൽ എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെയും ഫലം ഒരേ രീതിയിൽ. കോൺഗ്രസിന് 1 സീറ്റ്, BJPക്ക് 10 സീറ്റ്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും സംഘപരിവാർ സംഘടനകൾക്ക് വിജയം സമ്മാനിക്കുന്ന ഛത്തീസ്ഗഡ് മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. രമൺ സിംഗിന്റെ നേതൃത്വത്തിൽ 15 വർഷമായി നിന്ന സർക്കാർ കഴിഞ്ഞ വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലം പൊത്തി. ആകെയുള്ള 90 നിയമസഭാ സീറ്റിൽ 68 കോൺഗ്രസിനും 15 സീറ്റിൽ മാത്രമേ വിജയിക്കാൻ BJPക്കുമായുള്ളൂ. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന കോൺഗ്രസിന്റെ കണക്കുകൂട്ടലിൽ വലിയ പ്രതീക്ഷ നൽകുന്നതാണിത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയം പരിശോധിക്കുമ്പോൾ BJPയുടെ കൈവശമുള്ള 10 ലോക്സഭാ സീറ്റിലും മുന്നേറ്റമുണ്ടാക്കാൻ കോൺഗ്രസിനായി. ഇത്തവണ 10 സീറ്റ് കോൺഗ്രസിനും 1 സീറ്റ് BJPക്കും ലഭിക്കുമെന്ന രീതിയിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞേക്കാം. BJPക്ക് ഒപ്പം നിന്നിട്ടുള്ള നഗരപ്രദേശങ്ങൾ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരെ കൈവിട്ടു. ഭൂപേഷ് ബാഗൽ സർക്കാർ ഓരോ ലോക്സഭാ സീറ്റിന്റെയും ചുമതല മന്ത്രിമാർക്ക് വീതിച്ചു നൽകി പ്രചാരണം ആരംഭിച്ചു. പരാജയപ്പെട്ട മുഖ്യമന്ത്രി എന്ന നിലയിൽ രമൺ സിംഗിനെ മുൻനിർത്തി ഛത്തീസ്ഗഡിൽ തെരഞ്ഞെടുപ്പ് നേരിടാൻ കേന്ദ്ര നേതൃത്വത്തിന് താൽപര്യമില്ല. കോൺഗ്രസ് വിട്ട അജിത് ജോഗി മത്സരിക്കുമോ എന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. വലിയ പ്രതീക്ഷയോടെ നിയമസഭയിൽ മത്സരിച്ചിട്ടും വെറും 4 സീറ്റിൽ മാത്രം ഒതുങ്ങാനേ അജിത് ജോഗിയുടെ പാർട്ടിക്ക് കഴിഞ്ഞുള്ളൂ. ന്യൂസ് ബ്യൂറോ, ദില്ലി. സ്കൂൾ കുട്ടികൾക്കുള്ള കഞ്ഞി വിതരണം ട്രഷറി നിയന്ത്രണം മൂലം തടസ്സപ്പെടുമെന്ന രീതിയിൽ മലയാള മനോരമ ദിനപത്രത്തിൽ വന്ന വാർത്ത തികച്ചും വസ്തുതാവിരുദ്ധവും തെറ്റിദ്ധാരണാജനകവുമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ്. മാർച്ച് 31 വരെയുള്ള കാലയളവിലെ പദ്ധതി നടത്തിപ്പിന്റെ ചിലവിലേക്ക് ആവശ്യമായ തുക ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന എല്ലാ സ്കൂളുകൾക്കും ജനുവരി മാസം തന്നെ വിതരണം ചെയ്തിട്ടുണ്ട്. തുക പ്രഥമാധ്യാപകരുടെ ഉച്ചഭക്ഷണ ബാങ്ക് അക്കൌണ്ടിലേക്ക് നേരിട്ട് ട്രാൻസ്ഫർ ചെയ്ത് നൽകിയിട്ടുണ്ട്. ഫണ്ടിന്റെ അപര്യാപ്തത മൂലം ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പ് തടസ്സപ്പെടുമെന്ന ആശങ്ക അടിസ്ഥാനരഹിതമാണ്. ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകയാണ് കേരളത്തിന്റെ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പെന്ന് കേന്ദ്ര മാനവ വിഭവശേഷി വികസന വകുപ്പ് മന്ത്രാലയത്തിന്റെ PAB യോഗം വിലയിരുത്തുകയും പദ്ധതി നടത്തിപ്പിൽ സംസ്ഥാന സർക്കാർ കാണിക്കുന്ന ശുഷ്കാന്തിയെയും പ്രതിബദ്ധതയെയും ഏറെ ശ്ലാഘിക്കുകയും ചെയ്തുവെന്നും മന്ത്രി വ്യക്തമാക്കി. പോലീസിന്റെ പഴുതടച്ച അന്വേഷണവും തെളിവുകൾ ഹാജരാക്കുന്നതിലുള്ള പ്രോസിക്യൂഷന്റെ മികവുമാണ് കൊട്ടിയൂർ പീഡനക്കേസിൽ ഫാദർ റോബിൻ വടക്കുംശ്ശേരിയെ ഇരുമ്പഴിക്കുള്ളിലാക്കിയത്. എല്ലാ സാക്ഷികളും കൂറുമാറിയപ്പോഴും ലൈവ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ശാസ്ത്രീയ തെളിവുകൾ ഹാജരാക്കിക്കൊണ്ടുള്ള സമർത്ഥമായ നീക്കമായിരുന്നു പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. എങ്ങും എത്താതെ പോകുമായിരുന്ന ഒരു കേസാണ് പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും മികവിൽ കുറ്റക്കാരന് പരമാവധി ശിക്ഷ ലഭിക്കുന്നതിൽ എത്തിയത്. സ്വന്തം പിതാവാണ് പീഡിപ്പിച്ചത് എന്നായിരുന്നു പെൺകുട്ടിയുടെ ആദ്യ വെളിപ്പെടുത്തൽ. എന്നാൽ മൊഴിയിലെ വൈരുദ്ധ്യം തിരിച്ചറിഞ്ഞ പോലീസ് ഫാദർ റോബിൻ വടക്കുംചേരിയാണ് പീഡിപ്പിച്ചത് എന്ന കാര്യം കണ്ടെത്തി. കേസെടുത്തതിനു പിന്നാലെ കാനഡയിലേക്ക് കടക്കാൻ ശ്രമിച്ച പ്രതിയെ എയർപോർട്ടിലേക്കുള്ള യാത്രാമധ്യേ CI N സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തന്ത്രപരമായാണ് പിടികൂടിയത്. അന്ന് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം വിദേശത്തേക്ക് കടക്കാനുള്ള പരിപാടിയായിരുന്നു. അവിടെ വെച്ച് നിർണായകമായ അറസ്റ്റായിരുന്നു. നല്ല വിധിയാണ്. വിചാരണഘട്ടത്തിൽ പെൺകുട്ടികളും മാതാപിതാക്കളും ഉൾപ്പെടെ എല്ലാ സാക്ഷികളും കൂറുമാറി. തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെട്ടു. പതറാതെ മുന്നോട്ടുപോയ പ്രോസിക്യൂഷൻ ലൈവ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയത് പെൺകുട്ടിയുടെ പ്രായം തെളിയിക്കുന്നതിൽ നിർണായകമായി. സംസ്ഥാന സർക്കാരും പ്രോസിക്യൂഷന് പൂർണ്ണ പിന്തുണ നൽകി. ഇതിൽ സർക്കാർ എടുത്തിരുന്ന വളരെ നല്ലൊരു നിലപാടാണ്. അന്വേഷണ ഘട്ടത്തിൽ എടുത്തു എന്നുള്ളത് മാത്രമല്ല, ഈ കേസിൽ ആദ്യമായിട്ടായിരിക്കാം ഈ കോടതിയിൽ ഈ അന്വേഷണത്തിന്റെ ആദ്യ കാലം തൊട്ട് അവസാന കാലം വരെ ഈ ജൂറിസ്ഡിക്ഷനിൽ നിന്ന് മാറിപ്പോയ സുനിൽകുമാർ എന്ന് പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനെ ഈ ഞങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടി ഇവിടെ തന്നെ ഞങ്ങളുടെ ആവശ്യപ്രകാരം ഹാജരാക്കാൻ സർക്കാർ തയ്യാറാവുകയുണ്ടായി. തീർച്ചയായും അത് തന്നെയാണ് ലൈവ് ബർത്ത് റിപ്പോർട്ട് ഒരു ഘട്ടത്തിൽ അത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല എന്ന് കണ്ടുകൊണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ അയക്കുകയും അതിന്റെ കോപ്പി അവിടെ നിന്ന് സംഘടിപ്പിക്കുകയും അത് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുക്കുകയും ചെയ്തത്. അതുകൊണ്ട് സർക്കാരും ഈ കേസിൽ വളരെയേറെ നല്ല സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട് എന്നുള്ളത് കാണാൻ വേണ്ടി സാധിക്കും. കൂറുമാറിയ സാക്ഷികൾക്കെതിരെ കോടതിയെ കൊണ്ട് നടപടിയെടുപ്പിക്കാനും പ്രോസിക്യൂഷന് കഴിഞ്ഞു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ബീന കാളിയത്ത്, പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് BP ശശീന്ദ്രൻ, അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് CK രാമചന്ദ്രൻ എന്നിവരാണ് ഹാജരായത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കെവിൻ വധക്കേസിൽ ഗുരുതര കൃത്യവിലോപം നടത്തിയ ഗാന്ധിനഗർ മുൻ SI MS ഷിബുവിനെ പിരിച്ചുവിട്ടു.
കെവിന്റെ മരണത്തിന് കാരണമാകുന്ന തരത്തിൽ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയത് കണ്ടെത്തിയതിനെ തുടർന്ന് കൊച്ചി റേഞ്ച് ഐ ജി വിജയ് സാഖറെയാണ് നടപടിയെടുത്തത്. കേസിൽ ആരോപണ വിധേയനായ ഗാന്ധിനഗർ സ്റ്റേഷനിലെ ASI TM ബിജുവിനെ നേരത്തെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നു. കെവിൻ കേസിൽ പോലീസുകാർക്കുണ്ടായ വീഴ്ച അന്വേഷിക്കുന്നതിനായി കോട്ടയം അഡ്മിനിസ്ട്രേറ്റീവ് DSP ആയ വിനോദ് പിള്ളയ്ക്ക് കൊച്ചി റേഞ്ച് ഐ ജി വിജയ് സാഖറെ നിർദ്ദേശം നൽകിയിരുന്നു. ഇതേ തുടർന്ന് കേസ് അന്വേഷിച്ച വിനോദ് പിള്ള 3 മാസം മുമ്പാണ് പോലീസുകാർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി IG-ക്ക് റിപ്പോർട്ട് നൽകിയത്. കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഗാന്ധിനഗർ മുൻ SI ഷിബുവിന് പിരിച്ചുവിടൽ നോട്ടീസ് നൽകാൻ ജില്ലാ പോലീസ് മേധാവിക്ക് IG നിർദ്ദേശം നൽകിയിരുന്നു. ജില്ലാ പോലീസ് മേധാവി ഹരിശങ്കർ നൽകിയ ടെർമിനേഷൻ നോട്ടീസ് ഷിബു കൈപ്പറ്റിയിട്ടുണ്ട്. പിരിച്ചുവിടൽ നോട്ടീസിൽ 15 ദിവസത്തിനുള്ളിൽ ഷിബു മറുപടി നൽകണം. ഇതോടെ നടപടിക്രമങ്ങൾ പൂർത്തിയാകും. മരണകാരണമായ ഗുരുതര കൃത്യവിലോപം ഷിബുവിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായതായാണ് അന്വേഷണ റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നത്. കോട്ടയം നട്ടാശ്ശേരി സ്വദേശി കെവിൻ ജോസഫിനെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി അച്ഛൻ ജോസഫും ഭാര്യ നീനുവും നൽകിയ പരാതിയിൽ ഉടൻ നടപടിയെടുത്തില്ല. ഇത് കെവിന്റെ മരണത്തിന് തന്നെ കാരണമായി. ഈ ഗുരുതര വീഴ്ച ചൂണ്ടിക്കാട്ടിയാണ് ഗാന്ധിനഗർ മുൻ SI MS ഷിബുവിനെ സർവീസിൽ നിന്നും പിരിച്ചുവിടാൻ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാബേജ് കോളിഫ്ലവർ കൃഷിയിൽ റെക്കോർഡ് വിളവ്. കൊല്ലം പവിത്രേശ്വരത്തെ ഒരേക്കറിലാണ് മികച്ച കർഷകനായ ബാലകൃഷ്ണന്റെ പരീക്ഷണ കൃഷി വിജയം കണ്ടത്. സർക്കാരിന്റെ 1000 ദിനത്തിലെ നേട്ടങ്ങൾക്കൊപ്പം നിർത്താവുന്നതാണ് ഈ കൃഷി. നാംധാരി ഇനത്തിൽപ്പെട്ടതാണ് കാബേജും കോളിഫ്ലവറും. തെക്കൻ കേരളത്തിൽ ആദ്യമായാണ് ഇവ രണ്ടും 3 ഏക്കറിൽ കൃഷി ചെയ്യുന്നത്. വിത്ത് പാകുന്നതിന് മുമ്പ് ചെയ്ത ജൈവവളമല്ലാതെ പിന്നീടൊന്നും ബാലചന്ദ്രൻ ചെയ്തിട്ടില്ല. എന്തിന് ജൈവ കീടനാശിനി പോലും ഉപയോഗിച്ചില്ല. ശാസ്ത്രീയ കൃഷിയിലും പുതിയ പരീക്ഷണങ്ങൾ ബാലചന്ദ്രൻ നടത്തി. തൈകൾ തമ്മിലുള്ള അകലം 40ഉം വരികൾ തമ്മിലുള്ള അകലം 60ഉം വേണമെന്നിരിക്കെ 40 വീതം അകലം പാലിച്ചായിരുന്നു കൃഷി. അതായത് 16,000 തൈകൾ നടേണ്ടിടത്ത് 20,000 നട്ടു. പരീക്ഷണം വിജയിച്ചെന്ന് മാത്രമല്ല റെക്കോർഡ് വിളവും ലഭിച്ചു. ആകെ ഒരു 8,000 മൂട് ക്യാബേജ് ഉണ്ട്. ഒരു 4 ടണ്ണ് ക്യാബേജിനകത്ത് നിന്ന് കിട്ടും. കോളിഫ്ലവറിനകത്ത് നിന്നൊരു 3.5 ടണ്ണും കിട്ടണം. ലേബർ കോസ്റ്റ് വളരെ കൂടുതലാണ് അതിന്. വളരെ കൂടുതലെന്ന് വെച്ചാൽ ഈ തൈ നടാൻ മാത്രം ഈ 15,000 തൈ നട്ടതിൻ്റെ നടാൻ മാത്രമുള്ള ലേബർ, തൈ നടാൻ മാത്രമുള്ള ലേബർ തന്നെ ഒരു 30 ലേബറായിപ്പോയി. അപ്പോൾ ലേബർ കോസ്റ്റ് വളരെ കൂടുതലാണ്. പക്ഷേ എങ്കിലും ഒരു 20% ലാഭം പ്രതീക്ഷിക്കുന്നു. ഒരേക്കറിൽ 5.5 ടൺ ക്യാബേജും 4 ടൺ കോളിഫ്ലവറും വിളഞ്ഞു. ക്യാബേജിനും കോളിഫ്ലവറിനും 11 ലക്ഷം രൂപ വിറ്റുവരവും പ്രതീക്ഷിക്കുന്നു. കാർഷിക വിളകൾ കൃഷിമിത്ര എന്ന സ്വന്തം സ്ഥാപനത്തിലൂടെ വിൽപ്പന നടത്താൻ കഴിയുന്നതിനാൽ ഇടനില ചോർച്ച ഒഴിവാക്കാനുമാകുന്നു. ആഗോളതാപനത്തിന്റെ ഇരയെന്നുകൂടി നമുക്ക് കേരളത്തിന്റെ ഈ ശൈത്യകാലത്തെ വിശേഷിപ്പിക്കാം. രാത്രികാലങ്ങളിൽ അതിശൈത്യമാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശീതകാല കൃഷിയിൽ പൊന്നു വിളയിച്ചെടുക്കാൻ കർഷകനായ ബാലചന്ദ്രന് ആയത്. പുത്തൂരിലെ പവിത്രേശ്വരത്തിൽ നിന്ന് ക്യാമറമാൻ പ്രമോദ് പൊന്നിവിടിനൊപ്പം രാജ്കുമാർ. കൊച്ചിയിലെത്തിയാൽ ഇനി മുതൽ കൂകിപ്പായുന്ന ആവി എഞ്ചിൻ തീവണ്ടിയിൽ യാത്ര നടത്താം. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ കൽക്കരി തീവണ്ടിയാണ് വിനോദസഞ്ചാരികൾക്കായി സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. പൈതൃക ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച സർവീസിനോട് ആദ്യ ദിനം തന്നെ വലിയ പ്രതികരണമാണ് ഉണ്ടായത്. സിനിമകളിൽ മാത്രം കണ്ടു പരിചയമുള്ള കൽക്കരി ട്രെയിനിൽ യാത്ര നടത്തണമെങ്കിൽ ഇനി കൊച്ചിയിലെത്തിയാൽ മതി. ആവി എഞ്ചിനിലോടുന്ന 164 വർഷം പഴക്കമുള്ള തീവണ്ടിയിൽ എറണാകുളം സൗത്തിൽ നിന്നും ഹാർബർ ടെർമിനസിലേക്ക് കൗതുകകരമായ യാത്ര നടത്താം. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന EIR 21 എന്ന കൽക്കരി തീവണ്ടിയാണ് കൊച്ചിയിൽ സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. പൈതൃക തീവണ്ടിയുടെ ആദ്യ സർവീസിനെത്തിയ വിനോദസഞ്ചാരികൾക്ക് ഇത് ചരിത്രാനുഭവമായി. നല്ല യാത്രയാണ്. ഞാൻ ഈ കൽക്കരി ട്രെയിനിൽ കേട്ടിട്ടില്ലാതെ കയറിയിട്ടില്ല. നല്ലൊരു അനുഭൂതിയാണ്. 164 ഇയർ സർവീസായ ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റിയൊരു സന്തോഷം. മോന് ഇഷ്ടമാണ്, ഒത്തിരി ഇഷ്ടമാണ് സ്റ്റീം എഞ്ചിൻസ്. അപ്പോൾ മോനെ കാണിക്കാൻ കൊണ്ടുവന്നതാണ്. ട്രെയിൻ നല്ലതായിരുന്നു, യുണീക്ക് റൈഡ് ആയിരുന്നു, ഒരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു, വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു. നമുക്ക് 150 വർഷം പുറകോട്ട് ചിന്തിക്കാം, വായിക്കാം. പക്ഷെ അനുഭവിച്ചിറങ്ങണമെങ്കിൽ അതിനൊരു എന്തെങ്കിലും മെറ്റീരിയൽ ആണ്. ആ ഒരു മെറ്റീരിയലായിട്ട് ഇരിക്കുന്നതാണ്. നിലവിൽ ശനി ഞായർ ദിവസങ്ങളിൽ മാത്രമായിരിക്കും സർവീസ്. വിദേശികൾക്ക് 1000ഉം ഇന്ത്യക്കാർക്ക് 500ഉം കുട്ടികൾക്ക് 300 രൂപയുമാണ് നിരക്ക്. യാത്രാ നിരക്ക് അല്പം കൂടുതലാണെന്ന പരാതിയുമുണ്ട്. കൂടുതൽ ആളുകളെ ഇതിനകത്തേക്ക് ആകർഷിക്കുന്നതിന് ഈ റേറ്റിൽ കുറവ് വരുത്തുകയും ഇതൊരു സ്ഥിരം സംവിധാനമാക്കി മാറ്റിയാൽ തീർച്ചയായും ഈ രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ കഴിയും. ഒരു എഞ്ചിനും ഒരു AC കമ്പാർട്ട്മെന്റുമുള്ള തീവണ്ടിയിൽ ഒരേ സമയം 40 പേർക്ക് യാത്ര ചെയ്യാം. 55 വർഷത്തോളം സർവീസ് നടത്തിയ ഈ മുതുമുത്തശ്ശൻ ഒരു നൂറ്റാണ്ടോളം മ്യൂസിയത്തിൽ കിടന്ന ശേഷമാണ് അറബിക്കടലിന്റെ റാണിക്ക് മുകളിലൂടെ ഇപ്പോൾ ഗതകാല പ്രൗഢിയോടെ കൂകിപ്പായുന്നത്.
കൊച്ചിയിലെ ടൂറിസം വികസനത്തിന് പൊന്തുവൽ കൂടിയാണ് ഈ കൽക്കരി ട്രെയിൻ. ഇനി കൊച്ചിയിലെത്തിയാൽ പാഠപുസ്തകങ്ങൾ വായിച്ചു പഠിച്ച കൽക്കരി ട്രെയിനുകളെ നേരിട്ട് കാണുകയും ഇതിൽ യാത്ര ചെയ്യുകയും ചെയ്യാം. ക്യാമറമാൻ സജി പൂത്തിനൊപ്പം സിബി ജോസഫ്. കോടികളുടെ വായ്പാ തട്ടിപ്പ് നടത്തിയ രാജസ്ഥാൻ സ്വദേശി കൊച്ചിയിൽ അറസ്റ്റിലായി. കുറഞ്ഞ പലിശയ്ക്ക് 1 കോടി മുതൽ 100 കോടി വരെ വായ്പ വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. കൊച്ചി സ്വദേശിയുടെ പരാതിയിലാണ് രാജസ്ഥാൻ സ്വദേശി ത്രിലോക് കുമാറിനെ പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത്. രാജസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ക്യാപിറ്റൽ സൊല്യൂഷൻസ് ആൻഡ് കൺസൾട്ടൻസ് എന്ന സ്ഥാപനം വഴിയായിരുന്നു തട്ടിപ്പ്. റിസർവ് ബാങ്കിന്റെ അംഗീകാരമോ മറ്റ് ലൈസൻസോ ഇല്ലാതെ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിന്റെ എംഡിയാണ് അറസ്റ്റിലായ അജ്മീർ സ്വദേശി ത്രിലോക് കുമാർ. ദക്ഷിണേന്ത്യയിലെ വൻ വ്യവസായികളെ ലക്ഷ്യമിട്ടായിരുന്നു ഇയാൾ വായ്പാ തട്ടിപ്പ് നടത്തിയത്. കുറഞ്ഞ പലിശയ്ക്ക് കോടികൾ വായ്പ നൽകാമെന്ന മാധ്യമങ്ങളിലൂടെയും വെബ്സൈറ്റിലൂടെയും പരസ്യം നൽകി ഇരകളെ ആകർഷിക്കുന്നതാണ് തട്ടിപ്പിന്റെ ആദ്യഘട്ടം. തുടർന്ന് സ്ഥാപനത്തിന് അംഗീകാരമുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് വലയിൽ വീഴ്ത്തും. ഒടുവിൽ ലോൺ പാസ്സായെന്ന് പറഞ്ഞ് സർവീസ് ചാർജായി ലക്ഷങ്ങൾ ഇവരിൽ നിന്ന് വാങ്ങും. എന്നാൽ ലോൺ കിട്ടാതാവുമ്പോഴാണ് തങ്ങൾ തട്ടിപ്പിനിരയായെന്ന് പലരും മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ 25 ലക്ഷം രൂപ നഷ്ടപ്പെട്ട കൊച്ചി സ്വദേശിയുടെ പരാതിയിലാണ് ത്രിലോക് കുമാറിനെ അറസ്റ്റ് ചെയ്തത്. ഇയാളെ കണ്ടെത്താൻ നന്നേ ബുദ്ധിമുട്ടുണ്ട്. ഇയാളെ അവൾ അറിയപ്പെടുന്നത് വേറൊരു പേരിലാണ്, തുഷാർ എന്ന പേരിലാണ്. ഈ ഒരു പേര് ചോദിച്ചാൽ ഒരാൾക്ക് പോലും ഇയാളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇങ്ങനെ ഒരു പേര് ഇത് സൈബർ സെല്ലിന്റെ സഹായത്തോടുകൂടി ഇയാൾ ഉപയോഗിക്കുന്ന ഫോൺ കണ്ടെത്തിയിട്ടാണ്. പുതിയ ഫോൺ ആരും ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഫോണിന്റെ നമ്പർ കിട്ടിയാണ് ആൾ ട്രേസ് ചെയ്ത് പിടിച്ചത്. ഇയാൾക്ക് 9 ബാങ്ക് അക്കൗണ്ടുകൾ ഉള്ളതായി അന്വേഷണത്തിൽ കണ്ടെത്തി. തട്ടിപ്പിലൂടെ 10 കോടി രൂപ ഇയാൾ സമ്പാദിച്ചതായും വ്യക്തമായിട്ടുണ്ട്. രാജസ്ഥാനിലെത്തിയ പാലാരിവട്ടം എസ്ഐ സനലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം 5 ദിവസം അവിടെ തങ്ങിയാണ് അജ്മീർ പോലീസിന്റെ സഹായത്തോടെ പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.